പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയെ കൊല്ലാൻ വേണ്ടിയിട്ട് അഭിയും ജലജയും കൂടെ ഒരു നല്ല വിഷമുള്ള പാമ്പിനെ പൂജാമുറിയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. കാരണം അതിരാവിലെ തന്നെ എണീറ്റ് പൂജാമുറി തുറന്ന് വിളക്ക് വെക്കുന്നതും പൂജ നടത്തുന്നതും ഒക്കെ നയനയായതുകൊണ്ട് തന്നെ നയനയെ തന്നെ കടിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു അവർ വെച്ചിരുന്നത്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് പൂജാമുറിയിൽ നോക്കുന്ന സമയത്ത് അതിനെ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണ് ജലജ അഭിയും മുറിയിലേക്ക് പോയി നോക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ അഴിഞ്ഞ് നടക്കുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ അയ്യോ പാമ്പ് പാമ്പ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് അലറുകയായിരുന്നു. ആ സമയത്ത് അഭി ജലജയോട് പറയുന്നുണ്ട്, ഇതെങ്ങനെ ഇവിടെ എത്തി, അമ്മയിലെ മുകളിലേക്ക് ഇഴഞ്ഞ് വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് ശരി, ഞാനങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നിനക്കറിയില്ലേ നീ കൊണ്ടുവന്ന പാമ്പിനെ കുറിച്ചിട്ട്, നീയല്ലേ വല്ല വശീകരിച്ച പാമ്പാണെന്ന് പറഞ്ഞത്, അതിൻ്റെ വശീകരണ ഇതൊക്കെ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ, അതിനെ കൂടയിലാക്കാൻ നോക്ക്, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല, അതെങ്ങാനും കടിച്ചാൽ പിന്നെ മരണം ഉറപ്പാണ്, അത്രയ്ക്കും വിഷമുള്ള പാമ്പല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരാകെ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ എഴിഞ്ഞ് നടക്കുന്നത് കണ്ടപ്പം ജലജ ചാടി കട്ടിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. അങ്ങനെ അലറി വിളിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശനും അതുപോലെ തന്നെ ദേവയാനിയും നയനയും ഒക്കെ എല്ലാവരും കൂടെ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ വന്ന് നോക്കുന്ന സമയത്താണ് പാമ്പിനെ കാണാനിടയാകുന്നത്. അങ്ങനെ നയന ഒരു കൂസലുമില്ലാതെ പാമ്പിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എന്നിട്ട് മറ്റുള്ളവരൊക്കെ ഇത് കാഴ്ച കണ്ടിട്ടാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, വേണ്ട നയനെ, നീ എന്തിനാ അതിനെ ഇതാക്കാൻ പോകുന്നത്, അടുത്തോട്ട് പോകണ്ട, നമുക്ക് അതിൻ്റെ ആളെ വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഇതേതായാലും പറമ്പിൽ നിന്ന് വന്ന പാമ്പല്ല എന്നുള്ളത് ഉറപ്പായി, കാരണം അതിൻ്റെ കൂടെയാണല്ലോ ഞാൻ പൂജാമുറിയിൽ കണ്ടിട്ടുള്ളത്, അവിടെ ഒരു പാത്രം കണ്ടിട്ടുണ്ട്, അത് ഒരു പാമ്പിനെ ഇട്ട് വെക്കുന്ന തരത്തിലുള്ള ഒരു പാത്രമാണ്, ബോക്സാണ്, അത് ആരോ അവിടെ കൊണ്ടുവച്ചതാണ്, ഏതായാലും അത് നമുക്ക് പിന്നീട് കണ്ടെത്താം, അതിനെക്കൂടെ തന്നെ ഇതിനെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, പാമ്പിനെ പിടിക്കാനുള്ളൊരു വൈദ്യമൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വശീകരിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് നയന ആ പാമ്പിനെ പതുക്കെ കയ്യിലെടുത്ത് പിടിക്കുകയാണ്. ആ സമയത്ത് ദേവയാനിയും ആദർശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മുത്തശ്ശനാണെങ്കിലും അത്ഭുതത്തോടു കൂടെ നിൽക്കുന്നത്, ഇവൾക്കെങ്ങനെ ഇതൊക്കെ അറിയാം എന്നൊക്കെ നല്ല രീതിയിലാണ് ചിന്തിച്ച് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആദർശം പറയുന്നുണ്ട്, വേഗം നയന ഇതിലിട്ടൊക്കെ കയ്യിൽ കൊത്തും, അത് കടിക്കും, അത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള അറിയില്ല, നല്ല വിഷമുള്ള ഐറ്റാണ്, വേഗം ഇടാൻ നയനെ നയനെ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചുകൊണ്ട് ആദർശം അങ്ങനെ അലറി വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയനെ പറയുന്നുണ്ട്, പേടിക്കേണ്ട ആദർശട്ടാ, ഇനി ഇതൊന്നും ചെയ്യില്ല, ഇതിനെ ആ ഒരു രീതിയിൽ പിടിച്ചാൽ ഒന്നും ചെയ്യില്ല, ഇത് വശീകരിച്ച് ആരോ വളർത്തുന്ന രീതിയിലുള്ള ഒരു പാമ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വളർത്തുന്നതോ, അതാര് വളർത്താനാ, ഇനി ഇവിടെ ആരെങ്കിലും പാമ്പിനെയും വളർത്താൻ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ അത് നയന കൊട്ടയിലാക്കിയിട്ട് കൂടയിലാക്കിയിട്ട് ഒരു ഭദ്രമായിട്ടുള്ള സ്ഥലത്തേക്ക് വെക്കുകയാണ്. അങ്ങനെ മുത്തശ്ശന് പാമ്പ് പിടുത്തക്കാരെ വിളിച്ചിട്ട് കാര്യത്തെക്കുറിച്ച് അറിയിക്കുകയും അവർ അതിനെ വന്ന് കൊണ്ടുപോകുമൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും കൂടയിലാക്കിയിട്ട് പൂജാമുറിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത് ഈ വീട്ടിൽ ആരെയോ ചെയ്തതാണെന്നുള്ളത് ഉറപ്പാണ്, അല്ലാതെ താനേ ഇങ്ങോട്ട് വരത്തില്ലല്ലോ, പിന്നെ പുറത്തുനിന്ന് ഇവിടെ ആരും അകത്തേക്ക് കയറാറുമില്ല, അപ്പോൾ പിന്നെ സംശയിക്കേണ്ട ഒരു അനാമിക ഇപ്പോൾ പോയ സ്ഥിതിക്ക് സംശയിക്കേണ്ടത് അഭിയും ജലജയും തന്നെയാണ്, അല്ലാതെ മറ്റാരും ഇവിടെ ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അഭിയെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് അഭി പറയുന്നുണ്ട്, എന്ത് വന്നാലും അത് എൻ്റെ നേരെ തിരിഞ്ഞോളും, അല്ലാതെ മറ്റാരും ഇവിടെ ഒന്നും ചെയ്യില്ല എന്നാണ് വിചാരം, അനാമിക ഇവിടെ നിന്ന് പോയി എന്ന് കരുതിയിട്ട് അനാമികയ്ക്കും ഇത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാനും വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല, പിന്നെ അനാമികയെ ഇവിടുത്തെ സെക്യൂരിറ്റിക്കാർക്ക് അറിയുന്ന സ്ഥിതിക്ക് നമ്മൾ വിളിച്ചത് കൊണ്ട് വന്നതാണെന്ന് കരുതിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ കാണാതെയോ ഒക്കെ വെച്ചതായിരിക്കും, കാരണം അനാമികയ്ക്ക് എങ്ങനെ ആരും കാണാതെ അകത്ത് കയറാമെന്നുള്ളതൊക്കെ അറിയാലോ, അതിനെക്കൊണ്ട് എല്ലാവരും എൻ്റെ മേലേക്ക് വരുന്നതിന് പകരം സംശയം അവളിലേക്ക് കൊണ്ടുപോയിക്കുക, അതാ നല്ലത്, അവൾക്കാണല്ലോ ഇപ്പോൾ പ്രതികാരം കൂടുതലുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, പ്രതികാരം കൂടുതലുള്ളത് ആർക്കാ എന്നൊന്നും പറയണ്ട, നീ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് അഭി ഒന്ന് തല താഴ്ത്തി നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും നയന വിളിച്ച് പറയുമോ എന്നുള്ള പേടി കൊണ്ട് തന്നെ തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അഭിയുടെ മേലേക്ക് ഇടാനല്ലേ എല്ലാവർക്കും അറിയുകയുള്ളൂ, അല്ലാതെ ഇവിടെ വലിയ തെറ്റ് ചെയ്ത് നടക്കുന്ന ആദർശേട്ടനെ ഒന്നും ചോദ്യം ചെയ്യാനൊന്നും ആർക്കും നേരമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അതിപ്പോൾ പറയേണ്ട സാധനമല്ല, ഇപ്പോൾ പറയേണ്ടതോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നതുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല, ഇവിടെ ചർച്ച പാമ്പിൻ്റേതാണല്ലോ, അപ്പോൾ അത് മാത്രം പറഞ്ഞാൽ മതി, വേറെ ആരുടെയും ചർച്ച ഇവിടെ
നടത്തണ്ട എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, അല്ലെങ്കിലും ആദർശേട്ടനെ പറയുന്നത് ആർക്കും പിടിക്കത്തില്ല, അബിയെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാലോ, എല്ലാവർക്കും കൊട്ടാനുള്ളൊരു സണ്ട പോലെയാണല്ലോ എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷിച്ച് അവിടെ നിന്ന് പോവുകയാണ് നവ്യ. അങ്ങനെ പിന്നാലെ ജലജയും അബിയും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ നമ്മുടെ ഡൈനയോട് പറയുന്നുണ്ട്, എങ്കിലും ആ പാമ്പ് ഇവിടെ എങ്ങനെ വന്നു, എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ചും എന്തായാലും അന്വേഷണം നടത്തണം, കാരണം ഇവിടെ ആരെയോ കൊല്ലാൻ ഉദ്ദേശിച്ചാണ് കൊണ്ടുവച്ചിരിക്കുന്നത്, അതാരെയാണെന്നുള്ളതും ആരാണത് കൊണ്ടുവച്ചതും എന്നുള്ളത് അറിയണമല്ലോ എന്നൊക്കെ മുത്തശ്ശനും നയനയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് നന്ദുവിനെ അറിയിക്കാം, നന്ദു തന്നെ അത് അന്വേഷിച്ചോട്ടെ, എല്ലാ കാര്യവും നന്ദുവിനെല്ലാം ഏൽപ്പിച്ചത്, അപ്പോൾ അവളെന്നെ എല്ലാം കണ്ടെത്തട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവരെയും ഒന്ന് പൊളിച്ചടക്കണം മുത്തശ്ശ എന്ന് പറയുകയാണ്.